നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.25 വർഷം മാത്രമാണ് ബാക്കി. 1.25 വർഷം ബാക്കി നിൽക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1.25 വർഷം മാത്രമാണ് ബാക്കി. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഭരണം തിരിച്ചു പിടിക്കും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ വിപുലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളിൽ തല്ലുകയാണ് യു ഡി എഫ്. തങ്ങളിൽ തല്ലുന്ന യു ഡി എഫിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കമാണ്. മുസ്ലിം ലീഗിന് അതിൽ പരിഭവമുണ്ട്. കോൺഗ്രസിൽ ബി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഓതിരം ഘടകം പറഞ്ഞു വിട്ടുകയാണ്. ഓതിരം ഘടകം പറഞ്ഞു വെട്ടുന്ന ഇരു നേതാക്കളെയും അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ പണ്ടത്തെ ഐ ഗ്രൂപ്പുകാരും സതീശന് പിന്നിൽ എ ഗ്രൂപ്പുകാരും നിലയുറപ്പിച്ചിരിക്കുന്നു. അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിലുണ്ട്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലിയാണ് രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള തർക്കം. ശശി തരൂരിന് മുഖ്യമന്ത്രിയാകാൻ മോഹമുണ്ട്. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉണർവ് ലഭിക്കുമെന്നും കോൺഗ്രസ് ഭരണം പിടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ദളിത് മുഖമായ കൊടിക്കുന്നിൽ സുരേഷിന് മുഖ്യമന്ത്രിയാകാൻ മോഹമുണ്ട്. ഇങ്ങനെ കുറേ നേതാക്കൾ മുഖ്യമന്ത്രി കുപ്പായവും തച്ച് ഇരിപ്പാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ ഒരു മുഴം മുന്നിൽ നീട്ടിയെറിഞ്ഞിരിക്കുന്നു. NSS ആസ്ഥാനത്ത് പോയി പരിപാടികളിലൊക്കെ പങ്കെടുത്ത് NSSന്റെ ആശീർവാദം വാങ്ങിയിരിക്കുന്നു രമേശ് ചെന്നിത്തല. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തല്ലുകൂടുമ്പോൾ, രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ ചോര കുടിക്കാൻ ഒരാളങ്ങ് ഡൽഹിയിൽ കാത്തിരിപ്പുണ്ട്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള തല്ല് യഥാർത്ഥത്തിൽ ഗുണമായി മാറുന്നത് KC വേണുഗോപാലിനാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തും എന്ന ഒരു സൂചന ശക്തമാണ്. കാരണം സതീശനും രമേശ് ചെന്നിത്തലയും ഒരിക്കലും ഒരുമിച്ച് പോകില്ല. KPCC അധ്യക്ഷൻ K. സുധാകരൻ മറ്റൊരു വഴിക്ക് നിൽക്കുന്നു. K. സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും K. സുധാകരന്റെ പിടിവാശിക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് പിന്മാറി. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയും സതീശനെയും മാറ്റി നിർത്തി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതായുള്ള സൂചനകൾ ലഭിക്കുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ്. KC വേണുഗോപാലിന് സ്വന്തമായി അണികളുണ്ട് കേരളത്തിൽ. KC വേണുഗോപാലിന്റെ അദൃശ്യ സാന്നിധ്യം കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. KC വേണുഗോപാൽ സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള യുദ്ധം കൗതുകപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നതിനെപ്പറ്റി ഇരുവരും തമ്മിലുള്ള തർക്കം നോക്കുകയാണ്. മൂപ്പിളമ്മ തർക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതിനു പുറമെയാണ് തരൂരിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പോലുള്ളവരുടെ മുഖ്യമന്ത്രി സ്ഥാന മോഹം. ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ നിന്നും KC വേണുഗോപാലിനെ കേരളത്തിലെത്തിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചതായി സൂചന ലഭിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ KPCC അധ്യക്ഷൻ സുധാകരനുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ്. സുധാകരനെ KPCC അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചത് KC വേണുഗോപാലിന്റെ ശക്തമായ നീക്കമാണ്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും KC വേണുഗോപാൽ ശക്തൻ തന്നെയാണ് കേരളത്തിൽ. കുറെ കാലമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് KC വേണുഗോപാൽ. പ്രിയങ്ക ഗാന്ധിയുമായും നല്ല ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. രാഷ്ട്രീയം ഏത് രീതിയിൽ കൊണ്ടുപോകണം അറിയാവുന്ന പരിണിത പ്രജ്ഞനായ നേതാവ്. അതാണ് KC. എന്തായാലും ഇവർ തമ്മിലുള്ള അടി നോക്കുമ്പോൾ ഹൈക്കമാൻഡ് കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ കലഹമുണ്ട് കോൺഗ്രസിൽ. അത് വലിയ ഒരു ക്ഷീണമാണ് കോൺഗ്രസിന്. കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആ ശക്തി
ആ ശക്തി കൊണ്ട് ഈസിയായി കോൺഗ്രസ് അധികാരം പിടിക്കും എന്ന് കരുതിയിരിക്കുമ്പോൾ, കരുതുന്ന സമയത്താണ് ഈ ഒരു തമ്മിലടി വന്നിരിക്കുന്നത്. കെ മുരളീധരനൊക്കെ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കി നിൽക്കുകയാണ്. വി എസ് ശിവകുമാർ, മറ്റൊരു കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരത്തുള്ള വി എസ് ശിവകുമാർ, അയാളും സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും വലിയ തമാശ, കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സുനിൽ കനകൂലു ഹൈക്കമാൻഡിനോട് പറഞ്ഞപ്പോൾ പകരം 6 പേരുകൾ അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ കുറേ പേർ അധ്യക്ഷനാവാൻ തയ്യാറായി നിന്നു എന്നുള്ളതാണ്. എന്തിന്, തിരുവനന്തപുരത്തുള്ള ശരത്ചന്ദ്ര പ്രസാദ് വരെ അധ്യക്ഷനാവാൻ തയ്യാറായി നിന്നു. അതാണ് സംഭവിച്ചത്. അത്രയേറെ അധികാരമോഹികളും കുതികാൽ വെട്ടുന്നവരും ഒക്കെയുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. പണ്ട് 2 ഗ്രൂപ്പേ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുള്ളൂ. കരുണാകരൻ്റെ എ ഗ്രൂപ്പും ആന്റണിയുടെ ഐ ഗ്രൂപ്പ്. ഇപ്പോഴോ പല പല ഗ്രൂപ്പുകൾ. കോൺഗ്രസിൽ ഇപ്പോൾ 4-ൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം സ്വാഹയായി മാറുമെന്ന്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയം വിട്ടുനോക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ വിട്ടുനോക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് വിഘാതമാകുന്നത് രമേശ് ചെന്നിത്തലയും VD സതീശനെയും പോലെയുള്ള നേതാക്കളുടെ സാന്നിധ്യമാണ്. അവർ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാലിന് കാര്യങ്ങളൊക്കെ എളുപ്പമാകും. മണ്ണും ചാരി നിന്നവൻ പെണ്ണുങ്ങ് കൊണ്ടുപോയി എന്ന രീതിയിലാകും പിന്നീടുള്ള കാര്യങ്ങൾ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ ഹൈക്കമാൻഡും AICCയും ശക്തമായ രീതിയിൽ കേരളത്തിൽ ഇടപെടും. കാരണം അത്ര ആത്മബന്ധമാണ് KCയും രാഹുൽ ഗാന്ധിയും തമ്മിൽ, KCയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ. ഗാന്ധി കുടുംബവുമായി അദ്ദേഹം അനിഷേധ്യമായ ബന്ധം സ്ഥാപിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ രാഹുലിനും പ്രിയങ്കയ്ക്കും ഇഷ്ടവുമാണ്. കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടു. ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി അദ്ദേഹം എത്തുകയും തന്ത്രപൂർവ്വം നേതാക്കളെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ആ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. VD സതീശനെ ഇപ്പോൾ കെ സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും ഇഷ്ടമല്ല. സതീശന്റെ കൂടെ നിൽക്കുന്നത് കോൺഗ്രസിലെ ന്യൂജൻ പിള്ളേരാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള ന്യൂജൻ തലമുറ. പഴയ തലമുറ സതീശനെ അപ്പാടെ തിരസ്കരിച്ചിരിക്കുന്നു. മാത്രമല്ല, KPCC അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയോട് അനുഭാവം പുലർത്തുന്ന നേതാവാണ്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം വന്നപ്പോൾ ശക്തമായി പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അതിൻ്റെ നന്ദി സുധാകരന് രമേശിനോടുണ്ട്. ഇങ്ങനെ രമേശിന് വേണ്ടി ഒരു വിഭാഗവും സതീശന് വേണ്ടി ഒരു വിഭാഗവും നിൽക്കുമ്പോൾ, ഈ മുട്ടനാടുകൾ തമ്മിൽ തല്ലുമ്പോൾ അത് നോക്കി നിൽക്കുന്ന കുറുക്കനാണ് KC വേണുഗോപാൽ എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം.